Good morning, Okay. sir. Good morning. Yes, good morning. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമോ, നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയണം, അറിഞ്ഞിരിക്കണം. കമ്പനി, പ്രൊഫൈൽ, പ്രൊഡക്റ്റ്, പ്ലാന്, സിസ്റ്റം. കമ്പനിക്ക് എങ്ങനെ വരുമാനം കിട്ടുന്നു, കമ്പനി എങ്ങനെ കൊടുക്കുന്നു, നമുക്ക് എങ്ങനെ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്, എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം തരത്തില് നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഇന്നത്തെ മീറ്റിങ്ങിൽ ഇത്തിരി ടൈം കൂടിയാലും ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. ഏത് തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാന് നെക്സ്റ്റ് പ്രോഗ്രാമില് മോർണിംഗ് മീറ്റിങ്ങിലൊക്കെ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടും. അത് ശരിക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിലനിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, ഏത് സാധാരണക്കാർക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്, പരിധിയില്ലാത്ത വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം, ന്യൂ ജനറേഷന് പോലും ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാം, ഒരു IT കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. തീർച്ചയായിട്ടും ആ പ്രോഗ്രാം തരുന്ന കമ്പനിയെ കുറിച്ചും നമുക്ക് തരുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചും എല്ലാം വിശദീകരിക്കും. വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു, എൻ്റെ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു വരുമാനം ആഗ്രഹിക്കുന്നു, ബിസിനസ് ആഗ്രഹിക്കുന്നു, നിലനിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവസാനം വരെ കേൾക്കണം. വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് കൃത്യമായി മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു ബിസിനസ് ആണ്. അതേപോലെ തന്നെ ഡെയിലി 3 നേരം നമുക്ക് സൂം മീറ്റിംഗ്, സെയിം സൂം മീറ്റിംഗ് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് മോർണിംഗ് 6, മോർണിംഗ് 6, മോർണിംഗ് ഇപ്പോൾ 11, നൈറ്റ് 8, ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാം പങ്കെടുക്കാം. ഈ മൈക്കിൾ എന്ന് പറയുന്ന ആള് മൈക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഹോസ്റ്റ് ആയിട്ടുള്ള ആളുകള് കുറച്ച് സമയം, 1 മണിക്കൂർ ഒരു പണിക്ക് നിൽക്കാതെ ഇതൊന്ന് ശ്രദ്ധിക്കുക. വീണ്ടും Okay, sir. വീണ്ടും ഓപ്പൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ തൽക്കാലം മാറ്റി നിർത്തുക. ഇവിടെ Okay, sir. ശ്രദ്ധിക്കുന്നത് മാത്രം ഇവിടെ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്റ്റെപ്പായിട്ട് എങ്ങനെ ഇതിലേക്ക് കടന്നു വരാം. ഈ പ്രോഗ്രാമിലേക്ക് നമുക്കൊരു സ്പോൺസർ ഉണ്ടാകും. അത് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാകും. അത് നമ്മുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടവരാവാം. ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർ ഓൾറെഡി ഈ ബിസിനസ്സുമായിട്ട് പാർട്ണർ ആയിട്ടുള്ള ആളുകളായിരിക്കാം, റീസെല്ലർ എന്ന് പറയും ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പൊ അവർക്കൊരു റെഫർ ലിങ്ക് ഉണ്ടാകും, ഷെയർ ലിങ്ക് ഉണ്ടാകും. അത് അവരുടെ ഒരു അസറ്റ് ആണ്. ആ ലിങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് പുതിയ ആളുകൾക്ക് കടന്നു വരാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് തന്നെ അവരുടെ പേരും ഫോൺ നമ്പറും വെച്ച് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാം. അതിനുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഇനി എങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്ക് എത്രത്തോളം വരുമാനം ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് A to Z കാര്യങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും. അപ്പൊ നോക്കാം, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഇപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് ഓൾറെഡി വന്നിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ബിസിനസ് ആയിട്ടുണ്ട്, mysaving.in. mysaving.in ഇതിൽ ലോഗിൻ ചെയ്യാം. റൈറ്റ് സൈഡിൽ 3 ലൈൻ കാണാം, വെള്ള ലൈൻ. അതിമ ടച്ച് ചെയ്താൽ ലോഗിൻ കിട്ടും.
ലെഫ്റ്റ് സൈഡിൽ കാണാം ലോഗിൻ, ആദ്യമേ ടച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും ആണ് കൊടുക്കേണ്ടത്. യൂസർ നെയിം എന്ന് പറയുന്ന അവിടെ ഫോൺ നമ്പർ ആയാലും മതി, പാസ്വേഡ് താഴത്ത് കൊടുക്കുക. ഇനി ഫോൺ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ യൂസർ നെയിം കൊടുക്കാം, നമ്മുടെ ഇഷ്ടം. രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഡാഷ്ബോർഡ് കിട്ടും. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജ് ഓപ്പൺ ആകും. ഓക്കെ, ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് ഓപ്പൺ ആകും. ഞാൻ ജസ്റ്റ് ഒന്ന് വൈഫൈ ഒന്ന് ഓൺ ചെയ്യാം. റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റ് ആകും. ഓക്കെ, കണക്റ്റഡ്. ഓക്കെ, ഇവിടെ നേരെ താഴത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ലിങ്ക് കിട്ടും. ഷെയർ ലിങ്ക്. ഓക്കെ, ഈ ഷെയർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ലിങ്ക് അയച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഷെയർ ലിങ്ക് അയച്ചു. ഷെയർ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആകും. ഈ ഫോമിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരിക. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഈ ഷെയർ ലിങ്ക് ഉണ്ടാകും. ഇതിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പോ പേര് കൊടുക്കുന്നു, അത് കഴിഞ്ഞാൽ ഇന്ത്യ, അത് കഴിഞ്ഞാൽ സെലക്ട് സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, കേരള. അത് കഴിഞ്ഞാൽ നമുക്കൊരു 10 ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്, 10 ഫോൺ നമ്പർ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ഐ ഡി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം ആണ് കൊടുക്കേണ്ടത്. ഇഷ്ടമുള്ള യൂസർ നെയിം ആണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ 8 പാസ്വേഡ് കൊടുക്കണം, 8 പാസ്വേഡ്. അത് കഴിഞ്ഞാൽ കൺഫേം പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്, കൺഫേം പാസ്വേഡ്. ഇങ്ങനെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഇതിൽ ചോദിക്കുന്നത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ കാണാം, നെക്സ്റ്റ്. ആ നെക്സ്റ്റ് ബട്ടൺ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എഗ്രി ടേം കണ്ടീഷന്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചതുരം കാണാം, ആദ്യമേ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്താൽ ഒരു ബ്ലൂ ടിക്ക് വരും. എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണാം രജിസ്റ്റർ. ആ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിലേക്കും മെയിലിലേക്കും OTP വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ മെയിലിൽ പോയിട്ട് നോക്കുക, OTP വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാട്ടോ, ഇപ്പോഴല്ല, ടൈം തരുമ്പോൾ. OTP നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തു, അതല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്യും. ഇപ്പൊ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ്. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ വ്യക്തിക്ക് അവർക്കും ബിസിനസ് ആയിട്ട് ഓപ്പൺ ആകും, അവർക്കും ബിസിനസ് ആയിട്ട് ഓപ്പൺ ആകും. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും, സ്ക്രീൻഷോട്ട് എടുത്തു. അതേപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ രജിസ്ട്രേഷൻ, യൂസർ നെയിം വന്നു, എല്ലാ ഇൻഫർമേഷനും കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എല്ലാവരും. ഇനി അടുത്തത് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, 2 എണ്ണം. ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ, അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്ന് സേവ്
ആപ്പ്. സേവ് ആപ്പ് എന്ന് അടിച്ചതിൽ ഇങ്ങനെ കാണിക്കും സേവ് ആപ്പ് മൈ പേഴ്സണൽ ആപ്പ്, അതല്ലെങ്കിൽ സേവ് ആപ്പ് എന്ന് കാണിക്കുന്നുണ്ട്, സേവ് ആപ്പ് പ്രോ എന്ന് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിൽ നിങ്ങൾ സേവ് ആപ്പ് മൈ പേഴ്സണൽ ആപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ അവിടെ ഫോൺ നമ്പറും പാസ്വേഡും ചോദിക്കും. ഫോൺ നമ്പറും പാസ്വേഡും ചോദിക്കുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുക്കുക. അത് നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പേയ്മെന്റ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിംഗ്, അസറ്റ്, ലയബിലിറ്റി, ഇൻഷുറൻസ്, പാസ്വേഡ് മാനേജർ, ഡോക്യുമെന്റ് മാനേജർ, ടാസ്ക്, ഡയറി, ഡ്രീം, മൊബൈൽ റീചാർജ്, DTH റീചാർജ്, ബിൽ പേയ്മെന്റ്സ്, വിസിറ്റിംഗ് കാർഡ്, വെബ്സൈറ്റ് ലിങ്ക്, എമർജൻസി നമ്പർ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, ഡ്രീം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മൊബൈൽ റീചാർജുകളൊക്കെ ഇതിലൂടെ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ചെയ്യുന്ന റീചാർജുകളില്ലേ, ജിയോ, എയർടെൽ, VI, BSNL, ഇതൊക്കെ ഇതിലൂടെ നമുക്ക് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇതുപോലെ തന്നെ ഒരു അധിക ചാർജോ കാര്യങ്ങളോ ഒരു പ്ലാറ്റ്ഫോം ഫീയോ ഒന്നും കൊടുക്കേണ്ട. നമുക്കറിയാലോ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിലൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ അധിക ചാർജ് കൊടുക്കണം. എന്നാൽ ഇവിടെ അതൊന്നും കൊടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഇതൊക്കെ ഉപയോഗിക്കാം. ഇനി 24ഓളം സർവീസുകൾ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിലൂടെ ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ നമുക്ക് അധിക ചാർജ് കൊടുക്കും വേണ്ട, ക്യാഷ് ബാക്കും കിട്ടും. ഇത് നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലിക്കൊക്കെ പറഞ്ഞ് നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ വരുമാനം കിട്ടും. ഓക്കെ, ഇനിയിപ്പോ ഞാൻ നേരത്തെ ബിസിനസ് ആയിട്ട് ലിങ്ക് ഷെയർ ചെയ്യുന്നത് കാണിച്ചു. സെയിം ആ ലിങ്ക് തന്നെ നമുക്ക് ഇവിടെ ഈ ആപ്പിലും കിട്ടും, ഈ ആപ്ലിക്കേഷനിലും കിട്ടും. എവിടെ കിട്ടുക? റൈറ്റ് സൈഡില് മോർ ബട്ടൺ കാണും, ഏറ്റവും താഴത്ത് മോർ ബട്ടൺ. ആ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴത്തെ പോയി കഴിഞ്ഞാൽ ഷെയർ എന്ന് കാണാം. ഈ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഷെയർ ലിങ്ക് കിട്ടും. നേരത്തെ മൈ സേവിംഗ് .in പോയിട്ട് നമ്മൾ ഷെയർ ലിങ്ക് എടുത്തില്ലേ, എന്നിട്ട് നമ്മൾ അയച്ചു കൊടുത്തില്ലേ, ആ ലിങ്ക് തന്നെയാണ് ഇതും. അപ്പൊ നമ്മുടെ ബിസിനസ് സൈറ്റിൽ പോയാലും റെഫർ ലിങ്ക് കിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയാലും ഷെയർ ലിങ്ക് കിട്ടും. ഓക്കെ, അപ്പൊ വീണ്ടും പറയുന്നു, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ നല്ലതുപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 100% പറയാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും മാർക്കറ്റിങ്ങിലും ഒക്കെ നമുക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ സേവ് ആപ്പ്. കുട്ടികൾക്കും ഏജ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ലോകത്തിൽ എവിടെയുള്ള ആളുകൾക്കും അതാത് നാട്ടിലെ ഫോൺ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ പ്രൊഡക്റ്റ്. ക്ലിയർ? ഇനി അടുത്ത ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഏതാണ് നോക്കിക്കോ. പ്ലേ സ്റ്റോറിൽ സേവ് കാർട്ട്, SAVEKART, കാർട്ട്, സേവ് കാർട്ട്, ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതും ഇതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്ത സെയിം ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്താൽ മതി. സെയിം ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്താൽ ഇതും നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഈ ഒരു ആപ്ലിക്കേഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്താൽ മതി. അപ്പൊ ഒരൊറ്റ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചേ? ഒറ്റ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ആപ്പും സേവ് കാർഡും നമുക്ക് യൂസ് ചെയ്യാം. അവിടെ വേറെ പ്ലാറ്റ്ഫോം ഫീയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട. ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാം, നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാം. ഇതിലുള്ള പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ് പ്രോ. ഇപ്പൊ നിങ്ങൾക്ക് കാണാം IT പ്രൊഡക്ട്സ്, സേവ് ആപ്പ്, എക്സ്പെൻസ് ട്രാക്കർ, അതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രൊഡക്റ്റുകളൊക്കെ ആളുകൾ വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് ലാഭം കിട്ടും. ലാഭം കിട്ടുമ്പോൾ കമ്പനി അതിന്റെ 90% ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ പ്രോഗ്രാം കേൾക്കുന്ന, എൻ്റെ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തരും ഒരൊറ്റ രജിസ്ട്രേഷൻ ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്നും സേവ് ആപ്പും സേവ് കാർട്ടും ഡൗൺലോഡ് ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്ത്
ഈ 2 ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്യാം. നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള മൊബൈൽ റീചാർജുകളൊക്കെ സേവ് ആപ്പിലൂടെ ചെയ്യുക. അതുകൂടാതെ ഈ ആപ്ലിക്കേഷനിൽ കാർട്ടിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇതാണ് പ്രോഗ്രാം. ഇനി അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൈ സേവിംഗ് .in പോയാൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ കൃത്യമായിട്ട് അറിയാം. ഈ പ്രോഗ്രാം തരുന്നൊക്കെ കമ്പനി ആരാണ്, എന്താണ് എന്നുള്ളതൊക്കെ അറിയണ്ടേ? അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. മൈ സേവിംഗ് .inൽ നിങ്ങൾ പോയിട്ട് ഓപ്പൺ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ പേജ് ഓപ്പൺ ആകും. ഇവിടെ കൃത്യമായി താഴത്തേക്ക് പോയ അബൌട്ട് us, എക്സ്പീരിയൻസ്, നമ്മുടെ കമ്പനിയുടെ പേര് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. 1998 ഒരു പാർട്ണർഷിപ്പ് ഫോമോട് കൂടി ആരംഭിച്ച ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി ഇന്റഗ്ര ERP എന്ന ഒരു ബ്രാൻഡ് നെയിമിലാണ് ഈ കമ്പനി അറിയപ്പെടുന്നത്. അപ്പൊ ഇന്റഗ്ര ചെയ്യുന്ന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലൂ കളറിൽ റീഡ് മോർ. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്റഗ്ര ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും അവിടെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ 2021 ഈ സേവ് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മാർക്കറ്റിലേക്ക് തന്നത്. 2021 സേവ് ആപ്പ് നമ്മളിലേക്ക് തന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. അപ്പൊ ഈ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിക്കാന് നമുക്ക് യൂട്യൂബില് എന്താണ് പേയ്മെന്റ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബിസിനസ് പോയിന്റ് ചാനലിൽ പോയാൽ നമുക്ക് കിട്ടും. അപ്പൊ ഈ പ്രോഗ്രാം കേൾക്കുന്നവർ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളുകളോട് ചോദിക്കുക. ബിസിനസ് പോയിന്റിന്റെ ചാനൽ ചോദിച്ച് വാങ്ങിച്ച് അതിൽ പോയാൽ എന്താണ് പേയ്മെന്റ്, റെസിപ്റ്റ്, വാലറ്റ്, ബഡ്ജറ്റ്, ബില്ലിംഗ്, എങ്ങനെ നമുക്കൊരു മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, ഡ്രീം, ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിലുണ്ട്. അതല്ലെങ്കിൽ മോർണിംഗ് 6 മണിക്കുള്ള മീറ്റിംഗിൽ കൃത്യമായിട്ട് അതിന്റെ ട്രെയിനിങ് കിട്ടും. അപ്പൊ മോർണിംഗ് മീറ്റിംഗിൽ പരമാവധി നമ്മൾ പങ്കെടുക്കാനും പങ്കെടുപ്പിക്കാനൊക്കെ നോക്കുക. ഇനി കമ്പനിയുടെ എല്ലാ ലീഗൽ സർട്ടിഫിക്കറ്റും ഇവിടെ ഡോക്യുമെന്റ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാതും അവിടെ കിട്ടും. അത് നിങ്ങൾക്ക് ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ PDF ഒക്കെ എടുക്കാൻ പറ്റും. കമ്പനിയുടെ ഫുൾ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം. ഇപ്പൊ നമ്മുടെ കാർട്ടില്, ഈ സെയിം കാർട്ടില് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ നമ്മുടെ സേവ് ആപ്പ് ആപ്ലിക്കേഷനിൽ മൊബൈൽ റീചാർജ് പ്രോഗ്രാമുകളും ഞാൻ പറഞ്ഞു. ഈ രണ്ടും നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തികച്ചും ഫ്രീ ആയിട്ട് ഒരു സാമ്പത്തിക ഇടപാടും ചെയ്യിപ്പിക്കേണ്ട. ഈ പ്രോഗ്രാം കേൾക്കുന്നത് നമ്മൾ എന്തായാലും ചെയ്യുന്ന കാര്യമാണ് മൊബൈൽ റീചാർജ്. അത് ഈ ആപ്ലിക്കേഷനിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട വല്ല ചോക്ലേറ്റോ അല്ലെങ്കിൽ പിക്കിൾ, അതല്ലെങ്കിൽ ബെഡ്ഷീറ്റോ, അതല്ലെങ്കിൽ സേവ് ആപ്പ് പ്രോയോ, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനോ, എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. റീചാർജ് ചെയ്താൽ റീചാർജ് നമ്മുടെ മൊബൈലിൽ അത് റീചാർജ് ആകുന്നു. നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ അത് കിട്ടുന്നു. നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ആണ്. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ വാങ്ങിക്കാം. അപ്പൊ അത് നമുക്ക് പഠിക്കാൻ പറ്റുന്നു. അതല്ല നമ്മുടെ എക്സ്പെൻസ് ട്രാക്കർ, മണി മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ അത് വാങ്ങിക്കാം. അപ്പൊ അതിന് വേണ്ട കൃത്യമായിട്ടുള്ള പ്രോഗ്രാം, മീറ്റിങ്ങുകളും അതേപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും ഇന്റഗ്ര അക്കാദമിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, ഡ്രീം, ഇതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ എത്ര കണ്ട ആളുകൾക്ക് നമുക്ക് ഈ ഫ്രീ ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, അവരിൽ നിന്ന് ആരംഭിക്കുന്ന 20 ജനറേഷൻ, 20 ലെവൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് പരിധിയില്ലാത്ത വരുമാനം ഉണ്ടാക്കാം. ഒരാളും ഒരു പൈസ വേറെ എന്ത് ചെയ്യേണ്ട, പ്ലാറ്റ്ഫോം ഫീയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്പനിയിൽ പ്രോഗ്രാം ഉണ്ട്. കമ്പനിയിൽ നമുക്ക് 3 തരത്തിൽ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം, നമുക്ക് റീചാർജ് ചെയ്യാം, കാർട്ടിലെ പ്രൊഡക്റ്റുകൾ ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാം, നമുക്ക് വരുമാനം കിട്ടും. നമുക്ക് ആക്റ്റീവ് യൂസർ ആയിട്ട് വരാം. കമ്പനിയുടെ പോപ്പുലർ ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിക്കുന്നു, അങ്ങനെ നമുക്കൊരു ആക്റ്റീവ് യൂസർ ആയിട്ട് വരാം. നമുക്കൊരു ഫാമിലി യൂസർ ആയിട്ട് വരാം. അതൊക്കെ നമ്മുടെ
അല്ലേ? സ്റ്റെപ്പ് നമ്മുടെ കസ്റ്റമറുടെ ചോയ്സ് ആണ്. കമ്പനി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഫ്രീ യൂസർ ആയിട്ട് പോവാ, കൃത്യമായിട്ട് ഈ പ്രോഗ്രാം മനസ്സിലാക്കൂ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വരുമാനം ഉണ്ടാക്കാം. അതേപോലെ തന്നെ ആക്റ്റീവ് യൂസർ ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വരുമാനം കൂട്ടി കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. അവിടെ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള പല ഇൻകങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ കമ്പനിക്ക് കിട്ടുന്ന വരുമാനമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എങ്ങനെ കമ്പനിക്ക് വരുമാനം കിട്ടുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ ശരിക്ക് കേട്ടോ. നമ്മളും നമ്മുടെ ഫാമിലിയും ഇനി മുതൽ ചെയ്യുന്ന മൊബൈൽ റീചാർജുകൾ ഈ സേവ് ആപ്പിലൂടെ ചെയ്യുമ്പോൾ ജിയോ, എയർടെൽ, VI, BSNL ഒക്കെ ഈ കമ്പനിക്ക് വരുമാനം കൊടുക്കുന്നു. ആ വരുമാനമാണ്, ഉദാഹരണത്തിന് ഒരു 299 രൂപയുടെ റീചാർജ് ചെയ്യുമ്പോൾ ഒരു 10 രൂപ കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ ആ 10 രൂപയുടെ 9 രൂപയും മാർക്കറ്റിലേക്കാണ് ഈ കമ്പനി ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ കമ്പനിക്ക് മാത്രമല്ല, ഗൂഗിൾ പേക്കും ഫോൺ പേക്കും പേടിഎമ്മിനും ഏതെല്ലാം ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാവർക്കും കിട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അത് ഓരോ കമ്പനികളും എൻജോയ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഈ ആപ്ലിക്കേഷനിലൂടെ കോടിക്കണക്കിന് റീചാർജുകൾ ആളുകൾ ചെയ്യുമ്പോൾ ആ കോടിക്കണക്കിന് ഇൻറ്റു 10 അല്ലെങ്കിൽ 5 എത്രയാണോ കിട്ടുന്നത് അതിന്റെ 90% സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ കമ്പനിക്ക് കിട്ടുന്ന ഒരു വരുമാനം മനസ്സിലായി. രണ്ടാമത്, ഈ ആപ്ലിക്കേഷനിൽ പല പ്രൊഡക്റ്റുകളും, അത് ഞാൻ പറഞ്ഞു, ഡിജിറ്റലും ഫിസിക്കലായിട്ടുള്ള പല പ്രൊഡക്റ്റുകളും കാർട്ടിലുണ്ട്, സേവ് കാർട്ടില്. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് ലാഭമുണ്ട്. നമ്മളൊരു ചോക്ലേറ്റ് വാങ്ങിയാൽ 50 രൂപ ലാഭം ഉണ്ടെങ്കിൽ അതിന്റെ 90% എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. നമ്മളൊരു സ്റ്റീവിയ ടീ വാങ്ങിയാല്, നമ്മളൊരു കുങ്കുമപ്പൂ വാങ്ങിയാല്, നമ്മളൊരു സേവ് പ്രോ വാങ്ങിയാല്, നമ്മളൊരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ വാങ്ങിയാല്, അങ്ങനെ നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന ആര് വാങ്ങിയാലും ഈ കമ്പനിയിൽ നിന്ന് എത്രത്തോളം ആളുകൾ വാങ്ങിക്കുന്നു, ആ വാങ്ങിക്കുമ്പോഴൊക്കെ കമ്പനിക്ക് ഓരോന്നിനും ഓരോ രീതിയിലുള്ള വരുമാനം കിട്ടുമ്പോൾ ആ വരുമാനത്തിന്റെ 90% കമ്പനി ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ കമ്പനിക്ക് വരുമാനം കിട്ടുന്നു. അത് കമ്പനി 90% ഷെയർ ചെയ്യുന്നു. ഇനി ഈ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ആളുകൾ വാങ്ങിക്കുമ്പോൾ, അഥവാ സേവ് ആപ്പ് പോപ്പുലർ വാങ്ങിക്കുമ്പോൾ, സേവ് ആപ്പ് പ്രോ വാങ്ങിക്കുമ്പോൾ, സേവ് ആപ്പ് ഡീലക്സ് വാങ്ങിക്കുമ്പോൾ ഈ കമ്പനിക്ക് വരുമാനം കിട്ടും. കാരണം കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് വളരെ പവർഫുൾ പ്രൊഡക്റ്റ്, എല്ലാവരോടും പറയാൻ പറ്റുന്ന പ്രൊഡക്റ്റ്, ലോകത്തിൽ എവിടെയുള്ള ആളുകൾക്കും അതാത് നാട്ടിലെ ഫോൺ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് ലാഭം കിട്ടും. ആ കിട്ടുന്ന ലാഭത്തിന്റെ 85 മുതൽ 90% വെരി നെക്സ്റ്റ് ഡേ പേഴ്സണൽ സെയിൽസ് കമ്മീഷനായിട്ടും ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവുകളായിട്ടും ടീം ബിൽഡിംഗ് കമ്മീഷനുകളായിട്ടും റാങ്ക് ആൻഡ് ഇൻസെന്റീവുകളൊക്കെ ആയിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ബിസിനസ്, ഒക്കെ ബിസിനസ്. ബിസിനസ്സിലൂടെ കിട്ടുന്ന കാശാണ് ഷെയർ ചെയ്യുന്നത്. കമ്പനിക്ക് കിട്ടുന്ന കാശ് ആർക്ക് കൊടുക്കണം, എപ്പോ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് കമ്പനിക്ക് തീരുമാനിക്കാം. സെലിബ്രിറ്റിക്ക് കൊടുക്കണോ, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കൊടുക്കണോ എന്നുള്ളതൊക്കെ. എന്നാൽ ഇവിടെ കമ്പനി ശരിക്കും അങ്ങ് പ്ലാൻ ചെയ്ത് വെച്ചു. ആരാണോ ഇത് ഉപയോഗിക്കുന്നത്, ആരാണോ മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്, അവരിലേക്ക് ഡെയിലി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് A to Z കാര്യങ്ങൾ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റെപ്പ് ആയിട്ട് ബിസിനസ് ആയിട്ട് ഓപ്പൺ ചെയ്താൽ ഇതിന്റെ ഓരോ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കൃത്യമായിട്ട് ഈ കമ്പനിയുടെ ഈ ആപ്ലിക്കേഷൻ, ഈ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നിർമ്മിച്ചതുപോലെ ഈ കമ്പനിയുടെ ബിസിനസ് സൈറ്റും ഈ കമ്പനിയുടെ തന്നെയാണ്. 36 വർഷത്തിന് മുകളിൽ IT മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ കമ്പനിയുടെ MD മിസ്റ്റർ രാമചന്ദ്രൻ പാലിശ്ശേരി. തീർച്ചയായിട്ടും അദ്ദേഹം ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ നമുക്ക് പ്രോഗ്രാം തരുന്നുണ്ട്. അത്തരം പ്രോഗ്രാമിലൊക്കെ നമുക്ക് പങ്കെടുപ്പിക്കാം. 4 പേരുള്ളൂ. ആ 4 പേർക്ക് പ്രോഗ്രാം കൊടുക്കുന്ന ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന, ബിസിനസ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ സേവ് ആപ്പും സേവ് കാർട്ടും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതങ്ങ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വാങ്ങിച്ചെടുക്കാനുള്ള പ്രോഗ്രാം ഈ ഒരു സിസ്റ്റത്തിനുള്ളിലുണ്ട്. ഏത് സാധാരണക്കാർക്കും വിജയിക്കാൻ പറ്റും. ഏത് സാധാരണക്കാർക്കും ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താൻ സഹായിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് പ്ലാനും നമുക്കുണ്ട്.
ആരെയും വേദനിപ്പിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ, ടെൻഷൻ അടിപ്പിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. അങ്ങനെയാണെങ്കിൽ സി വെബ് പ്രോ ആപ്ലിക്കേഷൻ. ഇനി അടുത്തത് നിങ്ങൾ കേൾക്കാം, കാണുക, ഏതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളത്. പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സി വെബ് പ്രോ, SAVE, സി വെബ് പ്രോ, PRO, സി വെബ് പ്രോ. ഇതാണ് നമ്മുടെ എക്സ്പെൻസ് ട്രാക്കർ. സി വെബിന്റെ ഈ 2025 ഡിസംബർ 18 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഡിസംബർ 18 ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. ഇത് നമ്മുടെ എക്സ്പെൻസ് ട്രാക്കർ, വരവ് ചെലവ് കണക്കുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് റെസിപ്റ്റ്, പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെലവുകൾ, റെസിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനം. അതേപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഭാഷയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. അതോടൊപ്പം ഈ ആപ്ലിക്കേഷൻ നമുക്ക് പണം സമ്പാദിക്കാനും പറ്റും. ഈ ആപ്ലിക്കേഷൻ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പ്രൊഡക്റ്റിന് MRP വരുന്നത് 2000 രൂപയാണ്. 2000 പ്ലസ് GST, 18% GST വരുന്നത്. അപ്പൊ ഈ കമ്പനി ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ നമുക്ക് ഈ കമ്പനി സേവ് കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വെറും 1000 പ്ലസ് GSTക്കാണ് നമുക്ക് തരുന്നത്. വെറും 1000 പ്ലസ് GSTക്ക് നമ്മുടെ സേവ് കാർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ പ്രൊഡക്റ്റ്. സേവ് കാർട്ടിൽ ഇവിടെ മുകളിൽ തന്നെ കാണാം IT പ്രൊഡക്റ്റ് എന്ന് കാണാം. IT പ്രൊഡക്റ്റ്, അതല്ലെങ്കിൽ തൊട്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം IT പ്രൊഡക്റ്റ്. സി വെബ് പ്രോ എക്സ്പെൻസ് ട്രാക്കർ, അതിമൊന്നും അങ്ങ് ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, വാങ്ങിക്കാം. അപ്പൊ എങ്ങനെ ഇത് പർച്ചേസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ഒരാളുടെ, അതോ ഇതൊക്കെ പഠിക്കേണ്ട കാര്യം കേട്ടോ. ഇതിപ്പോ വേറൊരാളുടെ ആപ്ലിക്കേഷനാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനിപ്പോ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പൊ പർച്ചേസ് ചെയ്യാനുള്ള ആളുടെ, അത് നമുക്ക് നമ്മുടെ ഓൺലൈനിൽ നമ്മുടെ ടീമിൽ വരുന്നവരൊക്കെ നമുക്ക് തന്നെ പർച്ചേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില ആളുകൾക്ക് അറിഞ്ഞോളൊന്നുമില്ലല്ലോ. അപ്പൊ ഞാനത് ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ഇപ്പൊ പുതിയൊരാളുടെ പർച്ചേസ് ചെയ്യാണ്. രജിസ്ട്രേഷൻ ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് കാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആകും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫോൺ നമ്പർ കൊടുത്തു. അടുത്തത് പാസ്വേഡ് ആണ് കൊടുക്കുന്നത് താഴത്ത്. അത് കൊടുത്തിട്ട് സൈൻ ചെയ്തു. ലോഗിൻ ഫയൽഡ് ആണ്. എവിടെ തെറ്റിയിട്ടുണ്ട് നോക്കാം. 88 70. ഓക്കെ, ഇപ്പൊ കറക്റ്റ് കൊടുത്തപ്പോ അത് ഓപ്പൺ ആയി. ഇപ്പൊ ഇത് ഞാൻ എങ്ങനെയാണ് സേവ് പ്രോ പർച്ചേസ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ഇവിടെ എക്സ്പെൻസ് ട്രാക്കറിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഞാൻ പറഞ്ഞ MRP 2000 രൂപയാണ് അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 1180 രൂപക്കാണ് ഇത് കിട്ടുന്നത്. യുവർ പ്രൈസ് 1180. എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ യെസ് ആണ് കൊടുക്കേണ്ടത്. യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർട്ടിലേക്ക് എന്തായി, സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് പ്രൊഡക്റ്റ്. അപ്പൊ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം, ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, റെഡ് കളറിൽ 1 എന്ന് കാണാം ആ ബക്കറ്റിൽ. അപ്പൊ അതിമ ടച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒരാൾക്ക് ഒരുമിച്ച് 1, 2, 3 ഒക്കെ വാങ്ങിക്കാം. അതോ മാക്സിമം സെയിം ടൈം 10 എണ്ണം പർച്ചേസ് ചെയ്യാം. നമ്മൾ ഈ കമ്പനിയിൽ ഒരു റീസെല്ലർ ആയിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ നമുക്കറിയാലോ,
നമുക്ക് 10 വാങ്ങാം, വീണ്ടും വീണ്ടും വാങ്ങിക്കാം. ഇതൊക്കെ നമുക്ക് വിൽക്കാനും പറ്റും, അതോ റീറ്റെയിൽ ചെയ്യാനും പറ്റും. ആ ഒരു മെത്തേഡും കൂടി ഇതിനുള്ളിലുണ്ട്. അപ്പോ ഈ ഒരാൾക്ക് 2 വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുന്നു? പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്തായിട്ടുണ്ട്? 2 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ചെക്ക് ഔട്ട് ആണ്. ഇപ്പൊ 2 ഒരെണ്ണത്തിന് 1150 ആണെങ്കിൽ 2 2360 താഴത്ത് കാണിക്കുന്നുണ്ട് അല്ലെ? ഇനി ചെക്ക് ഔട്ട് കൊടുക്കുക. ചെക്ക് ഔട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് ചോദിക്കും, ഡെലിവറി അഡ്രസ്സ്. ഡെലിവറി അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പൊ ഫിസിക്കൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് അത് അഡ്രസ്സ് കൊടുത്താൽ ആ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും. നിങ്ങൾ വല്ല ചോക്ലേറ്റോ മിഠായിയോ ഒക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്രസ്സ് കൊടുക്കണം. ഈ സേവ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും കൊടുക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യേണ്ടത്? ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മുകളിൽ ആഡ് ന്യൂ എന്ന് കാണാം. ആഡ് ന്യൂ ആദ്യമേ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ആയിട്ടുള്ള അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. ഫുൾ ആയിട്ടുള്ള അഡ്രസ്. ഓക്കെ, ഫുൾ ആയിട്ടുള്ള അഡ്രസ് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിൻ കോഡ് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ആണ് കൊടുക്കേണ്ടത്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പേജ് ഓപ്പൺ ആകും. എന്നിട്ട് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണാം കൺഫേം എന്ന് കാണാം. ആ കൺഫേം ക്ലിക്ക് ചെയ്താൽ ചോദിക്കും ഓൺലൈൻ പേയ്മെന്റ്, ക്യാഷ് ഓൺ ഡെലിവറി. ഇതിൽ ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്യാം. ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ്, കാർഡ് അഥവാ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്യാം. യു പി ഐ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ അത് നമ്മുടെ മൊബൈലിൽ ഏതെല്ലാം UPI ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കുറെ പേര് ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പൊ അതൊക്കെ ഈ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ പേയ്മെന്റ് കൊടുക്കുന്നത് ഗൂഗിൾ പേയിലാണ്. അപ്പൊ ആ ഗൂഗിൾ പേയ്മെന്റ് ടച്ച് ചെയ്യാം. ഒന്നങ്ങ് ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഏറ്റവും താഴത്ത് കാണാം പേ എമൗണ്ടും കാണിക്കും. ആദ്യമേ ടച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ആകും. ആയി. ഇനി എന്റെ പാസ്വേഡ് ചോദിക്കുന്നത് അല്ലെ, എമൗണ്ട് ഒക്കെ കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കൂല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് അയച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് പോയിട്ടുണ്ട്. 2360 രൂപയും എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയി. ഓർഡർ സക്സസ്ഫുൾ. അപ്പൊ ഇങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക. ഇനി നമ്മൾ പർച്ചേസ് ചെയ്തത് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ബട്ടൺ കൊടുക്കുക. ഓക്കെ ബട്ടൺ കൊടുത്തതിന് ശേഷം ഏറ്റവും താഴത്ത് ഓർഡർ എന്ന് കാണാം. ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് കാണാം ഹോം എന്നൊക്കെ കൊടുത്തിട്ടില്ലേ, അതിന്റെ അവിടെ ഓർഡർ എന്ന് കാണാം. ആദ്യമേ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും നമുക്ക്. ഇവിടെ കൃത്യമായിട്ട് ഓർഡർ ക്രിയേറ്റഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ കാണാം 4-ാം തീയതി ഫെബ്രുവരിയിൽ ക്വാണ്ടിറ്റി 2 വാങ്ങിച്ചു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സേവ് വെബ് പ്രോ പർച്ചേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാം. 2 വാങ്ങി അല്ല, ഒരെണ്ണം മക്കൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ റീറ്റെയിൽ ചെയ്യാം. ഏത് വേണമെങ്കിലും ചെയ്യാം. കാരണം റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ബിസിനസ് താല്പര്യമില്ലാത്ത ആളുകൾക്ക് മണി മാനേജ്മെന്റിന്റെ വാല്യൂ പറഞ്ഞു കൊടുത്ത് അവർക്കത് ഉപയോഗിക്കാൻ കൊടുക്കാം. നമുക്ക് 2000 രൂപ MRP ഉണ്ട്, 2000 രൂപക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെയാണോ. കാരണം സമൂഹത്തിന് വേണ്ട ഏറ്റവും നല്ലൊരു കാര്യമാണ്. പല മീറ്റിങ്ങിലും പറയാറുണ്ട്, നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടാത്ത, നമ്മുടെ ഫ്രണ്ട്സുകളിൽ നിന്ന് കിട്ടാത്ത, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സുകളിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. അപ്പോ ഇവിടെ നമുക്ക് ഞാൻ 2 ഒരുമിച്ച് വാങ്ങിച്ചത് കാണിച്ചു അല്ലെ. ഇതേപോലെ നമുക്ക് ഒരുമിച്ച്
ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ എത്ര വേണമെങ്കിലും വാങ്ങിക്കാം. ഒരുമിച്ച് 10 എണ്ണം വാങ്ങിക്കാം, പിന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കാം. ഇപ്പൊ ഞാനിത് വാങ്ങിച്ചു അല്ലേ? ഇനി നോക്കിക്കോ, അപ്പൊ ഈ വ്യക്തി 2 എണ്ണം വാങ്ങിച്ചു. ഈ വ്യക്തിക്ക് ഇത് എങ്ങനെ റീറ്റെയിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കിക്കോളൂ. എങ്ങനെയാണ് റീറ്റെയിൽ ചെയ്യാന്നുള്ളത്. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ബിസിനസ് ആയിട്ട് ഓപ്പൺ ചെയ്യാണ്. ഇപ്പൊ പർച്ചേസ് ചെയ്ത ആ 2 എണ്ണം വാങ്ങിച്ചതിന്റെ ബിസിനസ് ആയിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ കാണാം. ആ 3 ലൈനിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മൈ സേവ് കാർട്ട്. ആ മൈ സേവ് കാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മൂന്നാമത് സേവ് എ പ്രോ യൂസർ, സേവ് എ പ്രോ യൂസർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ 2 എണ്ണം വാങ്ങിച്ചു അല്ലെ? ഈ രണ്ടും വേണമെങ്കിൽ അവർക്ക് റീറ്റെയിൽ ചെയ്യാം. റീറ്റെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കിക്കോ. ഇപ്പൊ ഈ റസാഖ് എന്ന് പറയുന്ന ആളുടെ മക്കൾക്ക് സേവ് പ്രോ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫാദറിനോ മദറിനോ ഉപയോഗിക്കണം, അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കണം. അപ്പൊ അവരുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. അവരുടെ പേര് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു 6 അക്ക നമ്പർ കൊടുത്താൽ മതി. 6. അത് കഴിഞ്ഞ് പാസ്വേഡ് ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ടാകും. എന്നിട്ട് ക്രിയേറ്റ് യൂസർ ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്തു? ക്രിയേറ്റ് ആയി. ഇപ്പൊ സക്സസ്ഫുള്ളി ആയി. അപ്പൊ ആ വ്യക്തിക്ക് നമ്മൾ പറഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ, ഇത് ഉപയോഗിച്ചാൽ എന്താണ് ബെനിഫിറ്റ്, കൃത്യമായിട്ട് എന്താണ് ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുക, കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 2000 രൂപക്ക് നമുക്കിത് അവർക്ക് റീറ്റെയിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് കമ്പനി തരുന്നത് എത്രയ്ക്കാ? 1180 രൂപയ്ക്ക്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 820 രൂപ ലാഭമായില്ലേ? ഒരെണ്ണം റീറ്റെയിൽ കൊടുത്താല് അതിനുള്ള വാല്യൂ ഉണ്ട്, അതിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അത്രയും റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു സേവ് ആപ്പും സേവ് ആപ്പ് പ്രോ ആപ്ലിക്കേഷൻ എല്ലാം. കാരണം അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നു എങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് വാങ്ങിക്കാം, വീണ്ടും വീണ്ടും വാങ്ങിക്കാം. ആടെയോ മൈക്ക് ഓപ്പൺ ആവുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഇത് വാങ്ങിക്കാം എന്ന് മനസ്സിലായി അല്ല? ബിസിനസ് ആയിട്ട് മനസ്സിലായി. ഹോസ്റ്റ് ആയിട്ടുള്ളവർ ലൈവിലുണ്ടോ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ വാങ്ങിച്ചു സേവ് ആപ്പ് പ്രോ ആപ്ലിക്കേഷൻ അല്ലേ? ഇത് വാങ്ങിച്ചതിന്റെ വെരി നെക്സ്റ്റ് ഡേ അത് അപ്ഡേറ്റ് ആകും. ശരിക്കും ശ്രദ്ധിച്ചോളൂട്ടെ, ഇനി പോകുന്ന പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. ഇപ്പൊ നമ്മളിത് വാങ്ങിച്ചു, നമുക്കിത് റീറ്റെയിൽ ചെയ്യാം, റീറ്റെയിൽ ചെയ്തിട്ട് കാശ് ഉണ്ടാക്കാം, അതൊക്കെ ഓക്കെ. അതുകൂടാതെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് നെക്സ്റ്റ് ഡേ അവിടെ ബിസിനസ് സൈറ്റിൽ അപ്ഡേറ്റ് ആകും. ഓട്ടോ പൂളിലേക്ക് അഥവാ ഒരു സിംഗിൾ ഓട്ടോ പൂൾ സിസ്റ്റത്തിലേക്ക് അവർ ജോയിൻ ആകും. തീർച്ചയായിട്ടും അത് ഈ കമ്പനിയിൽ ഇപ്പൊ ഞാൻ പർച്ചേസ് ചെയ്തത് നിങ്ങൾ കണ്ടത് പോലെ എത്രത്തോളം പർച്ചേസ് കയറി വരുന്നു, കടന്നു വരുന്നു, അതിനനുസരിച്ച് സീനിയോറിറ്റി ലെവലിൽ കമ്പനി ഈ ആപ്ലിക്കേഷൻ വാങ്ങിച്ചവർക്ക് വരുമാനം കൊടുക്കും. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചവർക്ക്
എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് ഇപ്പൊ വാങ്ങിച്ചത് നിങ്ങൾ കണ്ടു, ഒരെണ്ണം വാങ്ങിക്കാൻ വന്ന എമൗണ്ട് 1000 രൂപ. എത്രയാ? 1000 rupees. ഈ 1000 രൂപ കമ്പനി നമുക്ക് വളരെ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് തന്നു, ഓപ്പർച്യൂണിറ്റി തന്നു, അല്ലേ? പഠിക്കുന്നത് വരെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ക്ലിയർ ആണ് അതിനനുസരിച്ചിരിക്കും. കാരണം മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റും പേഴ്സണാലിറ്റിയും നമുക്ക് നമ്മുടെ മക്കൾക്കും ഫാമിലിക്കും ഒക്കെ തികച്ചും ഫ്രീ ആയിട്ട് ഈ ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലൂടെ ഒരു ഇന്റഗ്ര അക്കാദമിയിലൂടെ നമുക്ക് കിട്ടും. അപ്പൊ അത് ഓക്കെ. അതുകൂടാതെ ഈ കമ്പനി 1000 രൂപ കമ്പനിക്ക് കിട്ടിയത് കമ്പനി എന്ത് ചെയ്യുന്നറിയോ? ഈ ആപ്ലിക്കേഷൻ എല്ലാവരിലേക്ക് എത്തിക്കണം. ഈ സേവ് പ്രോ ആപ്ലിക്കേഷൻ എല്ലാവരിലേക്ക് എത്തിക്കണം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഈ ആപ്ലിക്കേഷൻ എല്ലാവരിലേക്ക് എത്തിക്കണം. ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റും. 1000 പ്ലസ് GST എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഇനി വാങ്ങിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്കിത് റെഫർ ചെയ്യാം. ശരിക്കും മെസ്സേജ് ശ്രദ്ധിച്ചോട്ടാ. ഇപ്പൊ 1000 പ്ലസ് GST കൊടുത്ത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ മനസ്സിലാക്കി നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമുക്ക് റെഫർ ചെയ്യാം. അതിലൂടെ ഒക്കെ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. പക്ഷെ ഇത് കമ്പനിക്ക് കിട്ടുന്ന വരുമാനമാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തരും പഠിക്കുക. 1000 രൂപ കമ്പനിക്ക് കിട്ടി. ഈ ആപ്ലിക്കേഷൻ എല്ലാവരിലേക്ക് എത്തണം എങ്കിൽ വെറും 200 രൂപ മാത്രം കമ്പനി എടുത്ത് ബാക്കി 800 രൂപയും മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അഥവാ ഇത് ഉപയോഗിക്കുന്നവർക്കും ഇത് പർച്ചേസ് ചെയ്യുന്നവർക്കും അതേപോലെ ഇത് മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നവരിലേക്കൊക്കെ 800 രൂപയും കമ്പനി ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ബിസിനസ് അറിയാത്ത അല്ലെ മാർക്കറ്റിംഗ് ഒക്കെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ കേൾക്കുക. കമ്പനിക്ക് 1000 രൂപ കിട്ടി. ഇതിപ്പോ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മളല്ല. പല സെലിബ്രിറ്റികളാണെങ്കിൽ അവർക്ക് പണം കൊടുക്കണ്ടേ? കമ്പനി എവിടുന്ന പണം കൊടുക്കുക? ഏതെല്ലാം തരത്തിലാണ് കൊടുക്കുക? ഇനി അതെല്ലാം കുറച്ച് സ്റ്റാഫുകളെ വെച്ച് ചെയ്യുകയാണെങ്കിലും പണം കൊടുക്കണ്ടേ? കൊടുത്തേ പറ്റൂ. നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് കൂട്ടിക്കുക. ആ പ്രൊഡക്റ്റ് നിർമ്മിക്കണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ? അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പല ചെലവുകളില്ലേ? കിട്ടുന്ന കാശ് മൊത്തം വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. കിട്ടുന്ന കാശ് ഇപ്പൊ 1000 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റിന് കാശ് മേടിച്ച് കമ്പനി അല്ല 10-100 പേർക്ക് കൊടുത്ത് ആ കാശ് വാങ്ങിച്ചിരുന്നാൽ മാർക്കറ്റ് നടക്കുമോ? ഇല്ല. അപ്പൊ കമ്പനി ചെറിയൊരു കാശ് എടുത്ത് ബാക്കി മാർക്കറ്റിലേക്ക് കൊടുക്കുന്നു. ഇത് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ 800 രൂപ വാങ്ങിച്ചിട്ട് അല്ല 800 രൂപ മാർക്കറ്റിലേക്ക് 100 രൂപ സെയിൽസ് കമ്മീഷൻ ആയിട്ട് കൊടുക്കും. 100 രൂപ സെയിൽസ് കമ്മീഷൻ. ഈ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ആരാണോ കൊടുക്കുന്നത് അവരിലേക്ക് 100 രൂപ. പിറ്റേ ദിവസം തന്നെ അത് അപ്ഡേറ്റ് ആകും. വെരി നെക്സ്റ്റ് ഡേ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. നോ റെഫർ ലിമിറ്റ്, നോ ടൈം ലിമിറ്റ്. അപ്പൊ അതിലേക്ക് 100 രൂപയാണ് കമ്പനി കൊടുക്കുന്നത്. രണ്ടാമത് 100 രൂപ ജനറേഷൻ സെയിൽസിലേക്ക് മാറ്റും. അഥവാ നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുന്നതിന് ഒരു 20 ലെവൽസ്. അതുകൂടാതെ കോർ കമ്മിറ്റി മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ടോട്ടൽ 100 രൂപ മാറ്റുന്നു. അപ്പൊ പഠിക്കുക. 200 രൂപ കമ്പനി, 100 രൂപ സെയിൽസിലേക്ക് അഥവാ ഡയറക്റ്റ് കൊടുക്കുന്ന ആളുകളിലേക്ക്, 100 രൂപ ജനറേഷനിലേക്കും കോർ കമ്മിറ്റി മെമ്പേഴ്സിനും. അപ്പൊ ടോട്ടൽ 400 രൂപ ആയിട്ടുണ്ട്. അടുത്ത ബാലൻസ് ഉള്ള 600 രൂപ. ഈ 600 രൂപയാണ് കമ്പനി ഈ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നവർക്കും ഈ ബിസിനസ് ചെയ്യുന്നവർക്കും ഒരു ഓട്ടോപൂൾ സിസ്റ്റത്തിലൂടെ നോൺ ബ്രോക്കിംഗ് ഇൻകം ആയിട്ട് കൊടുക്കുന്നത്. 600 രൂപ. ഈ 600 രൂപയാണ് കമ്പനി ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുന്ന ആളുകൾക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിന് അഥവാ സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ ഇൻകം കിട്ടുന്ന രീതിയിൽ ഒരു സിംഗിൾ ഓട്ടോപൂൾ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലാണ് ഇപ്പൊ നമുക്കറിയാം ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ, അങ്ങനെ തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരുപാട് ആളുകൾക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങൾക്ക് മുകളിൽ വരുമാനം കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഡിസംബർ 18 ലോഞ്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലൂടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും എടുത്തു പറയുന്നു, എക്സ്പീരിയൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അപ്പോ 3 ടൈമിലായിട്ട് 24,000 രൂപ ഈ ആപ്ലിക്കേഷൻ വാങ്ങിച്ച വ്യക്തികൾക്ക് കിട്ടും. നിങ്ങളുടെ MySaving.in
വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഇപ്പൊ ഈ ആൾക്ക് നാളത്തേൽ പോയി കഴിഞ്ഞാൽ അറിയാം. ഇവിടെ മൈ സേവ് കാർഡ് എടുക്കുക. മൈ സേവ് കാർഡ് എടുത്താൽ ഇതിലുള്ള എല്ലാവർക്കും സൈറ്റ് ഓപ്പൺ ചെയ്യാലോ. നിങ്ങൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് അത് നോക്കിയാൽ കാണാം. മൈ സേവ് കാർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് പ്രോ ഓട്ടോ പൂൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര എണ്ണത്തിന്റെ കിട്ടി എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ കാണാം. രണ്ടാമത് ഓട്ടോപൂൾ പ്രോഗ്രസ്, അത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോപൂൾ 1 2 3 എന്ന് കാണാം. ഇതിൽ കൃത്യമായിട്ട് ഒന്നാമത്തതിൽ നമ്മൾ എത്ര എടുത്തിട്ടുണ്ട് എന്നുള്ളതും അത് എത്ര ശതമാനമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. 2-ൽ പോയാൽ 2-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അറിയാം, 3-ൽ പോയാൽ 3-ൽ എത്തിയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ അടുത്ത് തൊട്ട് താഴത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചു യൂസർ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. പിന്നെ മൈ പർച്ചേസ്, നമ്മൾ പർച്ചേസ് ചെയ്തത് അതിൽ കാണാൻ പറ്റും. പിന്നെ പർച്ചേസ് പോയിന്റ്, പർച്ചേസ് വാലറ്റ്, നമ്മൾക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ ഡൗൺലൈനിൽ വരുന്നതൊക്കെ കൃത്യമായിട്ട് മൈ സേവ് കാർട്ട് വാലറ്റിൽ പോയാൽ കാണാൻ പറ്റും. സേവ് കാർട്ട്, റഫൽ ബോണസ്, നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവിടെ കാണാൻ പറ്റും. സേവ് കാർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം സേവ് കാർഡ് ലെവലിംഗത്തിൽ പോയാൽ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എല്ലാ ഇൻഫർമേഷനും ഇതിനുള്ളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിട്ടുന്ന വരുമാനം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിഡ്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരൊറ്റ ക്ലിക്ക് മതി. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നോക്കിക്കോ, ഇവിടെ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തിട്ട് തൊട്ട താഴത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ബിസിനസ് ആയിട്ട് ഓപ്പൺ ചെയ്ത് അതിൽ വരുമാനം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ നോക്കിക്കോ. ഓക്കെ, നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യുവർ ഏണിങ്സ് എന്ന് കാണാം. ഈ യുവർ ഏണിങ്സിന്റെ ഇവിടെ മൈ സേവ് കാർട്ട് വാലറ്റ് അതിപ്പോ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് കാണാം. ഇതിലുള്ള എമൗണ്ട് ഇതിൽ വരും. ആ എമൗണ്ട് വെച്ചിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ ബാങ്ക് ടൈം അക്കൗണ്ടിലേക്ക് ആ പണം വരും. വെരി നെക്സ്റ്റ് ഡേ അക്കൗണ്ടിലേക്ക് പണം കിട്ടും. ഇതാണ് പ്രോഗ്രാം. കൃത്യമായിട്ട് KYC കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ കാണാം. 3 ലൈൻ കണ്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പ്രൊഫൈലിന് കാണാം. പ്രൊഫൈലിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ കാണാം. ആ എഡിറ്റ് പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. നമുക്ക് നോമിനി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻ, ആധാർ കാർഡ് അതുപോലുള്ള എല്ലാ ഇൻഫർമേഷനും ഇവിടെ ചോദിക്കുന്നത് അതൊക്കെ കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് അപ്ഡേറ്റ് ചെയ്യാം. എല്ലാവരും പ്രൊഫൈൽ പിക്ക് കൊടുക്കുക നമ്മുടെ സൈറ്റിൽ. വളരെ സിമ്പിൾ ആണ്. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്താൽ ഗാലറി ഓപ്പൺ ആകും. എന്നിട്ട് ആ ഗാലറിയിൽ നിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഫോട്ടോ, നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പൊ ആ ഫോട്ടോ എടുത്തിട്ടായിരിക്കും നമുക്ക് അച്ചീവ്മെന്റിന്റെ ഫോട്ടോസുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് 3 ടൈമിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിയാൽ നമുക്ക് സെയിം ടൈമിൽ 10 എണ്ണം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ കണക്ക് കൂടി നോക്കൂ. 10 × 24,000 അല്ലേ? 10 × 24,000 2,40,000 രൂപ നമുക്ക് വരുമാനമാണ്. അതെങ്ങനെ തരുന്ന വരുമാനം? ഈ 2,40,000 പോൾ സിസ്റ്റത്തിലേക്ക് 600 രൂപ മാറ്റുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് കണക്ക് കൂട്ടിക്കോളൂ. കമ്പനിയിൽ ഓരോ 4 പർച്ചേസ് നടക്കുമ്പോ ഇപ്പൊ ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. 4 പർച്ചേസ് നടക്കുമ്പോ 600 രൂപ പൂളിലേക്ക് മാറ്റുന്നില്ലേ, സിസ്റ്റത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ 4 × 600 എത്രയാ? 2,400 രൂപ. 2,400 രൂപ പൂളിലേക്ക് വരുമ്പോ ഇവിടെ ടോട്ടലി ഓരോ 4 പർച്ചേസ് നടക്കുമ്പോഴും ഇതന്നല്ലേ സംഭവിക്കുന്ന കമ്പനിയിൽ. ഓരോ 4 പർച്ചേസ് നടക്കുമ്പോൾ ആദ്യം ആരാണോ ക്യൂവിനുള്ളിലുള്ളത് അവരിലേക്ക് വെരി നെക്സ്റ്റ് ഡേ 1000 രൂപ റിലീസാകും. വെരി നെക്സ്റ്റ് ഡേ 1000 റിലീസാകും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കിക്കോ. 2,400 വരുമ്പോ ഇതിൽ നിന്ന് 1000 രൂപ സീനിയർ ലെവലിൽ ആപ്ലിക്കേഷൻ വാങ്ങിച്ച വ്യക്തിക്ക് കൊടുക്കുന്നു. അവരെ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് സെയിം ടൈം 500 രൂപയും കൊടുക്കുന്നുണ്ട്. സെയിം ടൈം സ്പോൺസർക്ക് 500 രൂപ. അപ്പൊ 1000 + 500 2,400 പൂളിലേക്ക് വരുമ്പോ 1,500 പോകുന്നു. ബാലൻസ് എത്ര ഉണ്ടാകും? ഇതിൽ നിന്ന് 1,500 പോയാൽ 900 രൂപ ഉണ്ടാകും.
ഇതാണ് ഈ 900 രൂപയാണ് രണ്ടാമത്തെ പൂളിലേക്ക് കമ്പനി മാറ്റിവെക്കുന്നത്, രണ്ടാമത്തെ ഓട്ടോപൂൾ സിസ്റ്റത്തിലേക്ക്. അപ്പോ അവിടെ സംഭവിക്കുന്നത് എന്താണ്? 8 ആൾക്ക് 1000 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 8 പേരുടെ 900 ബാലൻസ് ഉണ്ടാവില്ലേ? അപ്പൊ 8 ഇൻറ്റു 900 എത്രയാ? 8 ഇൻറ്റു 900 7200 രൂപ വരും കമ്പനിയിൽ രണ്ടാമത്തെ പൂളില്. ഈ 7200 വരുമ്പോഴാണ് രണ്ടാമത്തെ പൂളില് 3000 രൂപ സീനിയോറിറ്റി ലെവലില് ആപ്ലിക്കേഷൻ വാങ്ങിച്ച വ്യക്തിക്ക് കൊടുക്കുന്നത്. പിന്നെ അവരുടെ സ്പോൺസർക്ക് 1500 രൂപ കൊടുക്കുന്നത്. ബാലൻസ് 2700 രൂപ ഉണ്ടാകും. അപ്പോ 7200 വരുന്നു, അതിൽ 4500 പോകുന്നു, ബാലൻസ് 2700. ഇതാണ് രണ്ടാമത്തെ പൂൾ സിസ്റ്റത്തിലേക്ക് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത് 2700 ഇൻറ്റു 16 മൂന്നാമത്തെ പൂളിൽ സംഭവിക്കുന്നത്. 16 പേർക്ക് 3000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ സീനിയോറിറ്റി ലെവലിൽ ആദ്യം നിൽക്കുന്ന വ്യക്തിക്ക് വെരി നെക്സ്റ്റ് ഡേ 20000 രൂപ കൊടുക്കണം. 20000 രൂപ ഇത്രയും എമൗണ്ട് അവിടെ വന്നിട്ട് അതിൽ നിന്നാണ് 20000 കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അവിടുന്ന് 10000 രൂപ സ്പോൺസർക്കും കൊടുക്കുന്നു. ബാലൻസ് അവിടെ വീണ്ടും 13200 രൂപയുണ്ട്. 13200. ഈ 13200 രൂപയിലൂടെ 957 രൂപ കമ്പനി ആഡ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് എടുത്തിട്ടാണ് 14157 ഒരു പർച്ചേസ് നമുക്ക് വാങ്ങി തരുന്നത്, പർച്ചേസ് ചെയ്ത് തരുന്നത് കമ്പനി. ഈ 14157 പർച്ചേസ് തികച്ചും ഫ്രീ ആയിട്ട് കമ്പനി നമ്മൾക്ക് വാങ്ങി തരുന്നതാണ്, പർച്ചേസ് ചെയ്ത് തരുന്നതാണ്. ഈ പർച്ചേസിലൂടെ 3,12,000 രൂപയാണ് നമ്മെ കാത്തിരിക്കുന്നത്. 3,12,000 രൂപ കമ്പനി പർച്ചേസ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ ഒരു കസ്റ്റമർക്ക് ആകെ വരുന്ന എമൗണ്ട് എത്രയാ? 1000 പ്ലസ് 180 രൂപ GST, 1180 രൂപ. ഈ 1180 രൂപയ്ക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല, പേയ്മെന്റ് റെസിപ്റ്റ് അല്ല, വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് കമ്പനി തരുന്നു. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും എവിടുന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യും. വീണ്ടും വീണ്ടും എടുത്ത് പറയാൻ, ഏത് വേദികളിലും എത്ര ആയിരങ്ങളും 10,000ങ്ങളും പങ്കെടുക്കുന്ന പ്രോഗ്രാമിലാണെങ്കിൽ പോലും ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ നമുക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ തീരുമാനിക്കുക, ഇത് 1 വാങ്ങിക്കണോ, 2 വാങ്ങിക്കണോ, 5 വാങ്ങിക്കണോ, 10 വാങ്ങിക്കണോ. 10 വാങ്ങിച്ച് വീണ്ടും അത് മാർക്കറ്റ് ചെയ്ത് റീറ്റെയിൽ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്ത് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്ത് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതുകൂടാതെ ഇത് മാർക്കറ്റ് ചെയ്ത് കിട്ടുന്ന റെഫറൽ കമ്മീഷൻ 100 രൂപ വെച്ചും എത്ര എണ്ണം വേണമെങ്കിലും ഡെയിലി നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇൻറ്റു 100 നമ്മൾ കൊടുക്കുന്ന ആളുകളൊക്കെ ഇൻറ്റു 10 വാങ്ങിക്കുകയാണെങ്കിൽ 10 ഇൻറ്റു 100 1000 രൂപ നമ്മുടെ റെഫറൽ കമ്മീഷൻ കിട്ടുന്നു. ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരാൾക്കോ 2 പേർക്കോ 5 പേർക്കോ 10 പേർക്കോ 100 പേർക്കോ എത്ര പേർക്ക് വേണമെങ്കിലും ഡെയിലി കൊടുക്കാം. വെരി നെക്സ്റ്റ് ഡേ ആ പണം റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അവരിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവലിൽ നമുക്ക് ആര് ഈ പ്രോ വാങ്ങിച്ചാലും, ആര് ഏത് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചാലും, ആര് അങ്ങ് മൊബൈൽ റീചാർജുകൾ ചെയ്താലൊക്കെ 20 ലെവലിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി ഇതിൽ നിന്ന് വരുമാനം വീണ്ടും വീണ്ടും കൂട്ടണമെങ്കിൽ കമ്പനിയിൽ നിങ്ങൾക്ക് ആക്റ്റീവ് യൂസറോ അതല്ലെങ്കിൽ ഫാമിലി യൂസറോ ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഇത്രമാത്രം മതി. ഇന്ന് വളരെ പവർഫുൾ ബിസിനസ്. ഇത് മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് സീനിയോട്ടൊക്കെ കളയാതെ എന്താ പറയാ ഏറ്റെടുക്കുക. നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി തന്നിട്ടുണ്ട്. നമുക്ക് വിജയിക്കാം എന്ന് പറഞ്ഞും ഇന്ന് രാത്രി 8 മണിക്കുള്ള സൂം മീറ്റിംഗിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും ഈ പ്രോഗ്രാം ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത്, അതേപോലെ തന്നെ ക്ലാരിറ്റി കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാമിന് ശേഷം നമ്മുടെ സേവ് ആപ്പ് പ്രോ മാർക്കറ്റിംഗ് സപ്പോർട്ട് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ ഗ്രൂപ്പിൽ വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. നമുക്ക് എല്ലാവർക്കും വിജയിക്കാം. അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഫിസിക്കൽ പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങൾ എല്ലാവരും പങ്കെടുപ്പിക്കുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ. Thank you, sir. Thank you. Thank you very much. Thank you, sir. Thank you. Thank you, sir. Thank you.
Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.